ഹായ് ഫ്രണ്ട്സ്, എയർമാർടെക്കിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരും വിശേഷം? സുഖമായിരിക്കുന്നോ? പിന്നെ നമ്മുടെ ചാനലിലൂടെ വീഡിയോകൾ സ്ഥിരമായിട്ട് കാണുന്ന ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് വീഡിയോസുകൾക്കായിട്ട് വെയിറ്റ് ചെയ്ത് ബോറടിച്ചിരിക്കുന്നുണ്ടാവും അല്ലേ? ആദ്യമേ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ക്ഷമ ചോദിക്കുകയാണ്, ഒപ്പം നന്ദി അറിയിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ഒരു മാസമായിട്ട് റെഗുലറായിട്ട് വീഡിയോകളൊന്നും കാണാത്തത് കൊണ്ട് ഒരുപാട് ആളുകൾ വിളിച്ചു, ഒരുപാട് ആളുകൾ മെസ്സേജൊക്കെ അയച്ചു, എന്ത് പറ്റി, എന്താണ് വീഡിയോകളൊന്നും ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ട്. അപ്പം കോമൺ ആയിട്ട് എല്ലാവരോടും കൂടെ അങ്ങ് പറയാണ്. അതായത് കഴിഞ്ഞ ഒരു മാസമായിട്ട് ചില വർക്കുകൾ ഷെഡ്യൂൾ ടൈറ്റ് ആവുകയും മറ്റ് ഒന്ന് രണ്ട് വർക്കുകൾ, പെൻഡിങ് വർക്കുകളൊക്കെ തീർത്ത് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. വർക്കേഴ്സിന്റെ എണ്ണം കുറവ് കാരണം ഞാൻ തന്നെ ഇറങ്ങി. പിന്നെ മറ്റ് എല്ലാ ഓടിപ്പാച്ചിനും കാര്യങ്ങളൊക്കെ കൂടെ ആയതുകൊണ്ട് റെഗുലറായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. വളരെ കുറച്ച് ബിസി ആയി പോയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് റെഗുലറായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി എത്ര കണ്ട് റെഗുലറായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്നും അറിയില്ല. ഏതായാലും പരമാവധി ശ്രമം തുടരും. ഓക്കെ, അപ്പം ഒരിക്കൽ കൂടി എയർമാർടെക്കിന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അവസാനമായിട്ട് ചെയ്തു നിർത്തിയിട്ടുള്ള വീഡിയോയുടെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളാണ്. അതായത് പ്രഷർ പമ്പ് അറിയേണ്ടതെല്ലാം ഭാഗം 1 എന്ന് പറഞ്ഞിട്ടാണ് അവസാനമായിട്ട് ചെയ്ത വീഡിയോ അല്ലെ. എന്താണ് പ്രഷർ പമ്പ് എന്നും പ്രഷർ പമ്പിന് തുടക്കം കുറിച്ച കാര്യങ്ങളൊക്കെ വളരെ ഡീപ്പായിട്ട് നമ്മൾ അതിൽ വിശദീകരിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രഷർ പമ്പ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതായത് ഈ പ്രഷർ പമ്പ് നമ്മൾ ബൈപ്പാസ് ചെയ്യേണ്ട കാര്യമുണ്ട്. ഈ ബൈപ്പാസ് ചെയ്യുന്നത് എന്തിനാണ്, അതേപോലെ തന്നെ ബൈപ്പാസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, അതേപോലെ തന്നെ പ്രഷർ പമ്പിന്റെ കൂടെ അറ്റാച്ച് ആയിട്ട് വരുന്നതാണ് പ്രഷർ ടാങ്കുകൾ അല്ലെ. ടാങ്ക് ലെസ് ആയിട്ടുള്ളതുകൊണ്ട് ടാങ്കോട് കൂടിയിട്ടുള്ള പമ്പുകളുണ്ട്. അപ്പൊ ഈ പ്രഷർ ടാങ്കിന്റെ ഉദ്ദേശം എന്താണ്, അതേപോലെ തന്നെ ഒരു അപ്സ്റ്റെയറോട് കൂടിയിട്ടുള്ള ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആ ഒരു ലൈനിങ് കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഡെഫിനറ്റ്ലി പ്ലംബിംഗ് ടെക്നീഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇത് 100% ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങളിത് ഫസ്റ്റ് തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇനി ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പ്ലംബിംഗ് ടെക്നിക്കൽ സംബന്ധമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പം ക്ലാസ്സിലോട്ട് പോവാം. യെസ്, അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് പ്രഷർ പമ്പ് സെറ്റ് ചെയ്യുന്ന സമയത്ത്, അതിനാക്കി പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ബൈപ്പാസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട്, ബൈപ്പാസ് ചെയ്യേണ്ട ഒരു റീസൺ എന്താണ്, ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് ആദ്യം പറയാൻ പോകുന്നത്. അതായത് നമുക്കറിയാവുന്നതുപോലെ പ്രഷർ പമ്പ് തന്നെ ഒരുപാട് അപ്ഡേഷനുകൾ നിലവിൽ വന്നിട്ടുണ്ട്. ടാങ്ക്ലെസ് ആയിട്ടുള്ളതും വ്യത്യസ്ത സൈസിലുള്ള ടാങ്കോട് കൂടിയിട്ടുള്ളതായാലും ഇപ്പം നിലവിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ് ഇൻവെർട്ടറിൽ, ചെറിയ വോൾട്ടിൽ ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രഷർ പമ്പുകളും ഇന്ന് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. ആ പമ്പിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു ഡീമെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി കോസ്റ്റ്ലി ആണ് എന്നുള്ളതാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഹെവി കോസ്റ്റ്ലി ആയിട്ടുള്ള പമ്പുകൾ വാങ്ങി ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടുള്ള സംഗതിയാണ്. അപ്പം അത്തരത്തിൽ നമ്മൾ നോർമൽ ആയിട്ടുള്ള പമ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാവുന്നതുപോലെ അത് കറണ്ടിൽ വർക്ക് ചെയ്യേണ്ട ഒരു പമ്പാണ് അല്ലെ. അപ്പൊ ഈ കറണ്ട് ഇല്ലാത്ത സമയത്തും നമുക്ക് ചെറിയ രീതിയിലെങ്കിലും വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്, ഗ്രാവിറ്റി ഫോഴ്സിൽ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പമ്പിലേക്ക് കണക്ട് ചെയ്യുന്നതിന് പുറമെ അത് ബൈപ്പാസ് ചെയ്യുന്നതിനുള്ള ഉദ്ദേശം ഒന്ന്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഈ പമ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇതിന് മെയിൻ്റനൻസും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരും അല്ലെ. അപ്പം ഈ മെയിൻ്റനൻസ് വരുന്ന സമയത്ത് ഒരു പക്ഷേ സൈറ്റ് കണ്ടീഷനിൽ നമുക്ക് നന്നാക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെയിൻ്റനൻസുകൾ വരാം. ഒരു പക്ഷേ അത് അവിടെ നിന്ന് അയച്ചു കൊണ്ടുപോയിട്ട് അവരെ വർക്ക്ഷോപ്പ് കൊണ്ടുപോയിട്ട് നന്നാക്കേണ്ട രീതിയിലുള്ള മെയിൻ്റനൻസുകളൊക്കെ പമ്പിനെ സംബന്ധിച്ചിടത്തോളം വരാറുണ്ട്. അപ്പം ഇൻവെർട്ടർ ടെക്നോളജിയോട് കൂടിയിട്ടുള്ള പമ്പുകളാണെങ്കിലും അല്ലാത്തതാണെന്നുണ്ടെങ്കിലും അത്തരത്തിൽ നമ്മൾ ഊരി കൊണ്ടുപോയിട്ട് അവരെ വർക്ക്ഷോപ്പ് കൊണ്ടുപോയിട്ട് മെയിൻ്റനൻസ് ചെയ്യേണ്ട രീതിയിൽ ഒരു പക്ഷേ ചെയ്യേണ്ടി വന്നാൽ നമുക്ക് ആ ഒരു നിശ്ചിത പീരീഡ് ഗ്രാവിറ്റി ഫോഴ്സിൽ വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെയും വേണം ബൈപ്പാസ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം ഇത്തരത്തിൽ കറണ്ട് ഇല്ലാത്ത സമയത്തും അതേപോലെ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട സമയത്തും നമുക്ക് ഗ്രാവിറ്റി ഫോഴ്സിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രഷർ പമ്പിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് അത് ബൈപ്പാസ് ചെയ്യുന്നതിനുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ഇനി നമ്മൾ പ്രഷർ പമ്പ് ബൈപ്പാസ് ചെയ്യേണ്ട ഒരു രീതി, ആ ഒരു ഡയഗ്രാം എങ്ങനെയാണ് എന്നുള്ളതാണ് കൃത്യമായിട്ട് വരച്ച് കാണിക്കാൻ പോകുന്നത്. അതായത് നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെല്ലാം ഫിറ്റിംഗ്സുകളാണ് വേണ്ടത്, പൈപ്പും മറ്റുള്ള ടി എൽബോ പോലത്തെ ഫിറ്റിംഗ്സുകൾ കൂടാതെ അഡീഷണൽ ആയിട്ട് എന്തെല്ലാം ഫിറ്റിംഗ്സുകളാണ് വേണ്ടതെന്നും അത് ബൈപ്പാസ് ചെയ്യുമ്പോൾ ഇതെല്ലാം എവിടേക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ വരച്ച് കാണിക്കാൻ പോകുന്നത്. ഓക്കെ,
അപ്പം ബൈപ്പാസ് ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് ഫിറ്റിങ്സുകൾ നമുക്ക് വേണം. അത് എന്തെല്ലാമാണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ആദ്യം നോക്കാം. ഓക്കെ, നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഒന്നാമതായിട്ട് നമുക്ക് ഒരു NRV വേണം. ഓക്കെ, ഒരു നോൺ റിട്ടേൺ വാൾവ്. അത് സ്പ്രിംഗ് ടൈപ്പും ഉണ്ട്, അതേപോലെ തന്നെ പെൻഡുലം ടൈപ്പും ഉണ്ട്. നമുക്ക് സ്പ്രിംഗ് ടൈപ്പ് ആണ് ഒന്നും കൂടെ അനുയോജ്യമായിട്ടുള്ളത്. അത് 1 നോസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് വാൽവാണ്. നമ്മൾ അതിനകത്തേക്ക് കൊടുക്കുന്ന പൈപ്പിന്റെ സൈസ് എത്രയാണോ അതിനനുസൃതമായിട്ടുള്ള ഒരു വാൾവ് 4 നോസാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഈ 4 നോസ് എവിടേക്കാണ് വെക്കുന്നത് എന്നുള്ളതൊക്കെ വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അതേപോലെ മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് യൂണിയൻ ആണ്. ഓക്കെ, സെയിം പൈപ്പിന്റെ സൈസ് യൂണിയൻ ഒരു 2 നോസ്, 2 എണ്ണം. അതേപോലെ നമുക്ക് നാലാമതായിട്ട് വേണ്ടത് വൈ സ്റ്റെയിനർ ആണ്. ഓക്കെ, വൈ സ്റ്റെയിനർ ബ്രാസ് ടൈപ്പ് ആണ് ഒന്നും കൂടെ അനുയോജ്യം. അത് 1 നോസ്. ഇത്രയും സംഗതികൾ, ഇത്രയും ഫിറ്റിങ്സുകളാണ് ബൈപ്പാസ് ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് വേണ്ടത്. അപ്പോൾ ഈ ഒരു 4 വാൾവും അതേപോലെ തന്നെ യൂണിയനും അനുബന്ധ സംഗതികളൊക്കെ ഏതൊക്കെ ഭാഗത്താണ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് വരച്ച് കാണിക്കാം. ഓക്കെ, യെസ്. അപ്പം ഇത്രയും അഡീഷണൽ ഫിറ്റിങ്സുകൾ ഉപയോഗിച്ച് ഏറ്റവും സിമ്പിൾ ആയിട്ട് ബൈപ്പാസ് ചെയ്യേണ്ട ഒരു രീതിയാണ് ഞാൻ വരച്ച് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ബൂസ്റ്റർ പമ്പിന്റെ ഒരു ഏകദേശ രൂപം ഒന്ന് വരയ്ക്കാം. ഈ ഒരു രീതിയിലാണ് നമുക്ക് ബൂസ്റ്റർ പമ്പ് കാണാൻ സാധിക്കും അല്ലെ. പല അതിന്റെ ചെറിയ ചെറിയ വേരിയേഷൻ ഒക്കെ ഉണ്ടാവും. അതിന്റെ ഇന്ന് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം. ഔട്ട് ഏകദേശം നമുക്ക് ഈ ഒരു പോർഷനിലാണ് കാണാൻ പറ്റും അല്ലെ. ഇവിടെ ഒരു പ്രഷർ കേജും അതേപോലെ തന്നെ ഇവിടെ ഒരു പ്രഷർ സ്വിച്ചും ഒക്കെ കാണാം. ഇവിടെ ഒരു ബ്രാസ് ടീയോട് കൂടിയിട്ട് ഈ ഒരു പോർഷനിലാണ് അതിന്റെ ഔട്ട് വരുന്നത്. ഓക്കെ, ഇത് ഞാൻ നീട്ടി വരച്ചതാണ്. ഇവിടെ ഈ ഒരു ലെവലിലാണ് ബ്രാസ് ടീ വന്നിട്ട് ഔട്ട് നിൽക്കുന്നത്. ഇതിന്റെ മുകളിൽ നമുക്ക് പ്രഷർ ടാങ്കുകളും കാണാം അല്ലെ. പ്രഷർ ടാങ്ക് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. ഈ ടാങ്ക് കപ്പാസിറ്റി കൂടുന്നതിനനുസരിച്ച് താഴോട്ട് ഇറക്കി വെക്കാറാണ്. താഴെ ലാൻഡിങ്ങിലേക്ക് ഇവിടുന്ന് നമ്മൾ അനുബന്ധ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്തേക്കോ അല്ലെങ്കിൽ ലാൻഡിങ്ങിലേക്ക് നമ്മൾ ഇറക്കി വെക്കാറാണ്. ഇതിന് ഈ പമ്പ് താങ്ങാവുന്ന രീതിയിലുള്ള പ്രഷർ ചെറിയ ചെറിയ ടാങ്കുകളൊക്കെയാണ്. അതായത് ഒരു 20-30 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ടാങ്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിന് അറ്റാച്ച് ചെയ്തിട്ട് വരും. അല്ല എന്നുണ്ടെങ്കിൽ താഴോട്ട് ഇറക്കി വെക്കാറാണ്. ഓക്കെ, അപ്പം ഇത്തരത്തിലാണ് ബൂസ്റ്റർ പമ്പിന്റെ ഒരു ഏകദേശ രൂപം. ഇത് നമ്മൾ ബൈപ്പാസ് ചെയ്യേണ്ട രീതി വളരെ സിമ്പിൾ ആണ്. അതായത് ഓവർഹെഡ് ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന ലൈനിൽ നിന്നും നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ബ്രാഞ്ച് നമ്മൾ ടീ ഇട്ട് എടുക്കുന്നു. ഓക്കെ, ഈ ടീ എടുത്തിട്ട് നമ്മൾ നേരെ ഇതിലേക്ക് കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ കണക്ട് ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? ബൈപ്പാസിന് അനുസൃതമായിട്ടുള്ള ഒരു ടീ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, തുടക്കത്തിൽ നമ്മളൊരു ടീ കൊടുക്കുക. ടീ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? തൊട്ടടുത്തായിട്ട് നമ്മളൊരു കൺട്രോൾ വാൾവ് കൊടുക്കുക. വാൾവ് നമ്പർ 1 ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഈ വാൾവ് കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്യാം? ഒരു യൂണിയൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ. ഓക്കെ, വാൾവ് കഴിഞ്ഞ ഉടനെ യൂണിയൻ കൊടുക്കുക. യൂണിയൻ നമ്പർ 1 ഇവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഈ യൂണിയൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പമ്പ് നമുക്കത് റിമൂവ് ചെയ്തിട്ട് നന്നാക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഊരാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ യൂണിയൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനകത്തേക്ക് ഇത് ഊരി കൊണ്ടുപോകുന്ന സമയത്ത് കൺട്രോൾ ഈ ഭാഗത്തേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ വാൾവ് കൊടുക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ ഉടനെ ഇന്നില് ഏറ്റവും ലാസ്റ്റ് എൻഡിലായിട്ട് അതിന് സ്റ്റാർട്ടിങ് എൻഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? വൈ സ്റ്റെയിനർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് ഗ്രാൻഡ് ഫോഴ്സ് ചില പമ്പുകളെ കൂട്ടത്തിൽ നമുക്ക് വൈ സ്റ്റെയിനറിനോട് അറ്റാച്ച് ആയിട്ട് വരുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് നമ്മളൊന്ന് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതായത് ലൈനിൽ വല്ല പൊടിയും കല്ലും ഗരമാലിന്യൊക്കെ ഉണ്ടെങ്കിൽ ഇംപിലറിലേക്ക് പോവാതെ പമ്പിന് മാക്സിമം പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മളൊരു വൈ സ്റ്റെയിനർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ലൈനിൽ ഇന്നിൽ നമ്മൾ ഇത്രയും സംഗതികളാണ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഈ പോർഷനിൽ ഒട്ടിച്ച ടീന്ന് നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യാം? ബൈപ്പാസ് ചെയ്യാം. ഇത്തരത്തിലാണ് ബൈപ്പാസ് വരുന്നത്. ഈ ഒരു ലൈന് നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇതിന്റെ ഈ ഒരു ഔട്ട് പോർഷനിൽ നമ്മളിവിടെ ടീ കൊടുക്കുക. ടീ കൊടുത്തിട്ട് നേരെ ഇതിലേക്ക് കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ഓൾറെഡി എന്തായി? ബൈപ്പാസ് ലൈന് ഔട്ടിലേക്ക് പോയിട്ട് കണക്ട് ആയി. അപ്പൊ ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ ഇതിന്റെ സ്റ്റാർട്ടിങ് എൻഡിൽ, അതായത് ഈ ഒരു ഭാഗത്ത് നമ്മളൊരു യൂണിയൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെയാണ് യൂണിയൻ നമ്പർ 2 ഇവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ ഇത് ഊരാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടറ്റും ഒരുപോലെ ഊരണം അല്ലെ. ഒരുപോലെ ഊരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ യൂണിയൻ കൊടുക്കണം, ഇവിടെ യൂണിയൻ കൊടുക്കണം. ഓക്കെ,
അപ്പൊ ഇത്തരത്തിൽ രണ്ട് ഭാഗത്തും കറക്റ്റ് ആയിട്ട് യൂണിയൻ കൊടുക്കുക. യൂണിയന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു വാൾവ് കൊടുക്കുക. ഓക്കെ, ഇത് ഊരി കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പോർഷൻ ക്ലോസ് ചെയ്തിടണം അല്ലെ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് കൂടെ വെള്ളം പോകും. അപ്പൊ ഈ ഒരു ഭാഗത്ത് വാൾവും കൂടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ എന്തായി, ഇപ്പൊ ഇതിനകത്തേക്ക് ഇന്നും ഔട്ടും നമ്മൾ കണക്ട് ചെയ്തു. അപ്പൊ ഇത് ഓപ്പൺ ആക്കുന്ന സമയത്ത് വെള്ളം ഈ ഒരു പോർഷനിലേക്ക് കയറി വരും അല്ലെ, സ്വാഭാവികമായിട്ടും ഇങ്ങോട്ടേക്ക് കയറി വരും. അത് നമുക്ക് ഈ ലൈനിലോട്ട് ഒരിക്കലും കയറി പോകാൻ പാടില്ല. അപ്പൊ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ജസ്റ്റ് ക്ലോസ് ചെയ്തിടണം. അതിന് ക്ലോസ് ചെയ്യാൻ നമുക്ക് അവിടെ എന്താ കൊടുക്കേണ്ടത്, ഇവിടെ നമ്മൾ NRV പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇവിടെയാണ് നമ്മൾ NRV കൊടുക്കേണ്ടത്. അതായത് വെള്ളം ബൈപ്പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിലൂടെ അങ്ങോട്ടേക്ക് പോകണം. മോട്ടർ ഓൺ ആവുന്ന സമയത്ത് ഈ ഭാഗത്തേക്ക് വരാനും പാടില്ല. ആ രീതിയിൽ അതിന്റെ ഏരോ ഈ ഭാഗത്തേക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, NRV പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മളൊരു വാൾവ് കൊടുക്കുക. ഈ വാൾവ് ഓപ്ഷണൽ ആണ്. ഓക്കെ, വേണമെങ്കിൽ കൊടുത്താൽ മതി. അതായത് അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വാൾവ് നമ്പർ 3. ഓക്കെ, ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ NRVനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെറിയ ചെറിയ കേടുപാടുകളൊക്കെ ഒരു പക്ഷേ സംഭവിച്ചേക്കാം. ചെറിയ പൊടിയോ കാര്യങ്ങളോ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളം ഇങ്ങോട്ടേക്ക് റിട്ടേൺ പോകുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് NRVക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പോർഷനിൽ ഒരു വാൾവ് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും NRVക്ക് എന്തെങ്കിലും വിഷയമോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പം അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു വാൾവ് 3 നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ബൈപ്പാസ് ചെയ്തു. ഓക്കെ, ഇനി നാലാമത്തെ വാൾവ് വരുന്നത് നമ്മൾ ഇതിന്റെ ഈ ഔട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നതിനും തൊട്ട് മുമ്പായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഒരു T ഇട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒരു വാൾവ് ഇവിടെയും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. നാലാമത്തെ വാൾവ് നമ്പർ 4. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഒരു പക്ഷെ പ്ലംബറെ സാന്നിധ്യത്തിൽ 2-3 ഹെൽപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ഇത് കംപ്ലീറ്റ് സെറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പോയിട്ട് പിന്നീട് എന്തെങ്കിലും മെയിൻ്റെനൻസോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിന്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അറിയുന്ന ആളുകളോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു മെയിൻ്റെനൻസ് വർക്കറോ അല്ലെങ്കിൽ ഒരാളൊക്കെ വന്നിട്ടേക്കും നോക്കുക. അപ്പൊ നോക്കുന്ന സമയത്തായാലും ഇനിയിപ്പോ അല്ല നമ്മള് സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ ഇതിന്റെ പ്രഷറും കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, അതായത് ടാപ്പ് തുറക്കുന്ന സമയത്ത് കൃത്യമായിട്ട് വെള്ളം വരുന്നുണ്ടോ കട്ട് ഓഫ് ആവുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഇവിടെ നിന്നിട്ട് തന്നെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു വാൾവ് കൊടുക്കുന്നത്. ഇത് കംപ്ലീറ്റ് അറേഞ്ച്മെന്റ് ചെയ്തിട്ട് നമ്മൾ താഴെ ബാത്റൂമിൽ പോയിട്ട് ഒരു ടാപ്പ് തുറന്ന് നോക്കേണ്ട ആവശ്യം വരുന്നില്ല ഇത്തരത്തിൽ ഇവിടെ ഒരു വാൾവ് കൊടുക്കുമ്പോൾ. അപ്പൊ ഇത് നാളെ മെയിൻ്റെനൻസ് ചെയ്യുന്ന ആളുകൾക്ക് ഇതിന്റെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാനൊക്കെ ഇവിടെ ഒരു വാൾവ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, അപ്പം ഇത് നേരെ ബാത്റൂമിനകത്തേക്ക് കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക ഈ ഒരു പോർഷൻ. അപ്പം ഇത്തരത്തിലാണ് ബൂസ്റ്റർ പമ്പിന്റെ ബൈപ്പാസിംഗ് രീതി വരുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ പ്രഷർ പമ്പ് ബൈപ്പാസ് ചെയ്യുന്നതിനുള്ള ഉദ്ദേശവും അതേപോലെ തന്നെ ബൈപ്പാസ് ചെയ്യേണ്ട രീതികളൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി അല്ലെ. ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് എബൌട്ട് പ്രഷർ ടാങ്ക്. പ്രഷർ ടാങ്കിനെ സംബന്ധിച്ചാണ്. ഈ പ്രഷർ ടാങ്കിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ പ്രഷർ ടാങ്ക് നമ്മൾ പ്രഷർ പമ്പിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് സാധാരണ രീതിയിൽ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും ടാങ്ക്ലെസ് ആയിട്ടുള്ള പമ്പുകളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ ഇപ്പൊ ഇറങ്ങുന്ന ഒരു 3000-4000 റേഞ്ചിലേക്ക് കിട്ടുന്ന പോർട്ടബിൾ പമ്പുകൾ ഉണ്ട് അല്ലെ, സിംഗിൾ യൂസിനൊക്കെ ഉപയോഗിക്കുന്ന അത്തരം പമ്പുകൾക്കൊക്കെ ടാങ്ക്ലെസ് ആയിട്ടുള്ള പമ്പുകളൊക്കെ ഓരോ തവണ ടാപ്പ് തുറക്കുന്ന സമയത്തും ഇത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും അല്ലെ. നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ജസ്റ്റ് ടാപ്പ് തുറന്ന് കഴിയേക്ക് അത് അടച്ച സമയത്ത് മോട്ടോർ ഓഫായി വീണ്ടും തുറക്കുകയാണ്, അപ്പോൾ വീണ്ടും ഇത് ഓൺ ആവും. അങ്ങനെ എത്ര തവണ ടാപ്പ് തുറക്കുന്നോ അപ്പോഴൊക്കെ ഈ മോട്ടോർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും അല്ലേ. അപ്പം ആ ഒരു സ്ഥാനത്ത് നമ്മളൊരു പ്രഷർ ടാങ്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ തവണ തുറക്കുന്ന സമയത്തും നമുക്കിത് പമ്പ് വർക്ക് ചെയ്യുന്ന ഒരു എഫക്റ്റിലേക്ക് പോകില്ല. അതായത് നമ്മൾ എത്ര ലിറ്റർ കപ്പാസിറ്റി ഉള്ള ടാങ്കാണ് കൊടുക്കുന്നത്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ പറയാം ഒരു 60 ലിറ്റർ ടാങ്കാണ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ വാഷ് ബേസിൽ ഒരു ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പമ്പ് ഓൺ ദ സ്പോട്ടിൽ വർക്ക് ചെയ്യില്ല. വീണ്ടും തുറന്നു കഴിഞ്ഞാലും ഇത് വർക്ക് ചെയ്യില്ല. അതായത് ആ 60 ലിറ്റർ കപ്പാസിറ്റി ടാങ്കിനകത്തുള്ള വെള്ളം എപ്പം തീരുന്നോ അപ്പം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ പമ്പ് വർക്ക് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് സാരം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ടാങ്കിന്റെ കപ്പാസിറ്റി നമ്മൾ എത്ര കണ്ട് കൂട്ടുന്നോ അത്രയും നമുക്ക് ബൂസ്റ്റർ പമ്പിനും അതേപോലെ തന്നെ കറണ്ട് ചാർജും മാക്സിമം മിനിമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഈ മെയിൻ ആയിട്ടുള്ള ഈ പ്രഷർ ടാങ്കിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മൾ ടാപ്പ് തുറക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് പമ്പ് വർക്ക് ചെയ്യുന്ന രീതിയിലോട്ട് പോവില്ല. അപ്പൊ ടാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ടാങ്കിലെ വെള്ളം തീരുന്ന ആ ഒരു മുറക്കെ പമ്പ് വർക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അത് നമ്മൾ വെള്ളം തീർന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ
ടാപ്പ് അടയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ഒരു സെക്കൻഡ് കൊണ്ട് ഈ ടാങ്ക് വീണ്ടും ഫില്ലാവുന്ന ഒരു അവസ്ഥയിലോട്ട് പോകും. എന്നിട്ട് വീണ്ടും നമ്മൾ തുറക്കുന്ന സമയത്ത് ടാങ്കിലത്തെ വെള്ളം തന്നെയാണ് നമുക്ക് ആദ്യം കിട്ടുന്നത്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് പ്രഷർ ബൂസ്റ്റർ പമ്പുകൾക്ക് ടാങ്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതും. ഞാൻ മാക്സിമം ടാങ്കോട് കൂടിയിട്ടുള്ള പമ്പുകൾ തന്നെ സെലക്ട് ചെയ്യണം എന്നുള്ള സജസ്റ്റ് ചെയ്യാനുള്ള കാരണവും അതാണ്. ഓക്കെ, രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇത് നമുക്കൊക്കെ അറിയാം, ബാക്ക് പ്രഷർ അല്ലേ, ലൈനുകളിൽ എപ്പോഴും ബാക്ക് പ്രഷറുകളൊക്കെ സംഭവിക്കും. ഒരു 2-3 അതിൽ കൂടുതൽ ബാറുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ടാപ്പ് ഒരു നിശ്ചിത സമയത്ത് തുറന്നപ്പോൾ തന്നെ അടച്ചു കഴിഞ്ഞാൽ വാട്ടർ ഹാമറിങ്ങും ബാക്ക് പ്രഷറൊക്കെ വരും. അപ്പം ആ ഒരു എഫക്റ്റ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ഒരു ഉദ്ദേശമുണ്ട് പ്രഷർ ടാങ്കുകൾക്ക്. ഓക്കെ, ഇത് നമ്മൾ ടാങ്ക്ലെസ് ആയിട്ടുള്ള നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇത് നേരെ ഞാൻ നേരത്തെ വരച്ചല്ലോ, അതിന്റെ ആ ഒരു പ്രഷർ സ്വിച്ചും കേജും കാര്യങ്ങളൊക്കെ വരുന്ന ആ ഭാഗത്തു നിന്നാണ് അതിന്റെ ഔട്ട് പോകുന്നത് അല്ലേ, നേരെ അവിടെ പോയിട്ടാണ് അതിന്റെ ആ ഒരു ആഘാതം വന്നിട്ട് അടിക്കുക. അപ്പൊ പ്രഷർ സ്വിച്ചുകൾക്കും തന്നെ അതേപോലെ തന്നെ ലൈനുകളിൽ ലീക്ക് വരാനും മറ്റു കാരണങ്ങളൊക്കെ ഒരുപാട് കാരണങ്ങൾ വരും. അതൊക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ഒരു കാരണമായിട്ട് ഈ പ്രഷർ ടാങ്കിന്റെ ഉദ്ദേശം പറയുന്നത്. ഓക്കെ, ഈ ഒരു 2 കാര്യങ്ങളാണ് പ്രഷർ ടാങ്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ. യെസ്, ഇനി നമ്മൾ ലൈൻ ഇറക്കുന്ന ആ ഒരു രീതിയാണ് ഇനി പറയാൻ ബാക്കിയുള്ളത്. ഈ ലൈൻ ഇറക്കുന്ന രീതി പല രീതിയിലും നമുക്ക് ചെയ്യാം അല്ലെ. അപ്പം ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇത് വരച്ച് കാണിക്കുന്ന സമയത്ത് വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അപ്പം അത് മാക്സിമം ചുരുക്കി പറയാൻ ശ്രമിക്കണം. ഒപ്പം ആ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇനി പറയാത്ത കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ പ്രഷർ സ്വിച്ചിൽ വരുന്ന റേഞ്ച് എന്താണും അതേപോലെ തന്നെ ഡിഫറൻഷ്യൻ എന്താണെന്നുള്ളതും ഇത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട രീതിയും കാര്യങ്ങളൊക്കെയാണ് ഇനി പറയാൻ ബാക്കിയുള്ളത്. അപ്പം ഇത് നമ്മൾ വരച്ച് കാണിച്ചതോടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല. ഈ അടുത്ത് നമുക്കൊരു ഇൻസ്റ്റാളേഷൻ ഒരു സൈറ്റിൽ വരാനുണ്ട്. അപ്പൊ അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ട് നമുക്ക് റേഞ്ച് എന്താണെന്നും ഡിഫറൻഷ്യൻ എന്താണെന്നും അത് സെറ്റ് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം അതേപോലെ തന്നെ ആ ലൈനും കാര്യങ്ങളും ചെയ്തതൊക്കെ നമുക്ക് ആ ഓൺ സൈറ്റിൽ പ്രാക്ടിക്കൽ ആയിട്ട് തന്നെ നമുക്ക് കാണിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ചുരുക്കിയിട്ട് ആ ലൈൻ ഇറക്കേണ്ട രീതി ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ട ഒരു മെത്തേഡ് ഞാനൊന്ന് പറയാം. ഓക്കെ, അതായത് നമ്മൾ ലൈൻ ഇറക്കുന്ന സമയത്ത് ഓവറോൾ ഒരുപക്ഷെ മിക്ക സൈറ്റുകളിലും നമ്മൾ ബൂസ്റ്റർ പമ്പ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഓവർ ഹെഡ് ടാങ്കിന്റെ തൊട്ട് താഴത്തെ ആയിട്ടായിരിക്കും കൊടുക്കുക അല്ലെ. അപ്പം അത്തരത്തിൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഭാഗം 1 പറഞ്ഞതുപോലെ പ്രഷർ ഇല്ലാത്ത ഭാഗത്തേക്ക് പ്രഷർ ആർട്ടിഫിഷ്യൽ ആയിട്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബൂസ്റ്റർ പമ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പം ഒരു പക്ഷെ വീടിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാവിറ്റി ഫോഴ്സിൽ പ്രഷർ കിട്ടാത്തത് ഒരു പക്ഷെ അപ്സ്റ്റെയറിലുള്ള ബാത്റൂമുകളൊക്കെ ആയിരിക്കും അല്ലെ. അതേപോലെ തന്നെ താഴെ ഭാഗത്ത് നമുക്ക് പാനൽ ഷവറും അതേപോലെ തന്നെ ലോ ഫ്ലോ ആയിട്ടുള്ള ഡൈവേർട്ടറുകളും അനുബന്ധ ബോഡി ജെറ്റോ അങ്ങനത്തെ സംഗതികളൊക്കെ ഷവർ ഏരിയയിൽ കൊടുത്തിട്ടുണ്ടാവും. അത്തരം ഭാഗങ്ങളിലേക്കൊക്കെ ഒരു പക്ഷേ നിശ്ചിത പ്രഷർ നമുക്ക് കിട്ടിക്കോളണമെന്നില്ല ഗ്രാവിറ്റി ആയിട്ട്. അപ്പം അത്തരം ഭാഗങ്ങളിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൂസ്റ്റർ പമ്പ് കൊടുക്കുന്നതെന്ന് തുടക്കത്തിൽ പറഞ്ഞു. അപ്പം ഈ ബൂസ്റ്റർ പമ്പ് വേണ്ട ഭാഗത്തേക്കായിട്ട് ബൂസ്റ്റർ പമ്പിന്റെ ഒരു ലൈനും ഗ്രാവിറ്റി പ്രഷർ മതി എന്നുള്ള ഭാഗത്തേക്ക് ഗ്രാവിറ്റി ലൈനും നമ്മൾ സെപ്പറേറ്റ് രണ്ട് ലൈനായിട്ട് തന്നെ ഇറക്കുക. ഓക്കെ, ഈ പറഞ്ഞതുപോലെ ബൈപ്പാസ് ചെയ്തിട്ട് രണ്ട് ലൈനായിട്ട് തന്നെ ഇറക്കിയിട്ട് ബൂസ്റ്റർ പമ്പ് കൊടുക്കേണ്ട അപ്സ്റ്റെയർ ഭാഗങ്ങളിലേക്കൊക്കെ ബൂസ്റ്റർ പമ്പിന്റെ ലൈനും കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ താഴെ ഭാഗത്ത് ഈ ഷവർ ഏരിയയിൽ ഈ പറഞ്ഞ അനുബന്ധ എന്താ പറയാ ബോഡി ജെറ്റും അതേപോലെ തന്നെ പാനൽ ഷവറുകളും ലോ ഫ്ലോ ഡൈവേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷവർ ഏരിയ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, കൊണ്ടുപോയിട്ട് ഒരു ഇൻലെറ്റ് കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ മുകളിൽ പ്രഷർ പമ്പ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 1.5 ബാർ 2 ബാർ പ്രഷറിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെ, മുകൾ വശത്തേക്കൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു പ്രഷർ പമ്പിന്റെ ഔട്ട് ഒന്നേ ഉണ്ടാവുള്ളൂ, അത് നമുക്ക് അറിയാവുന്ന കേസാണ്. ആ ഒരു ഔട്ടാണ് നമ്മൾ കൊണ്ടുപോയിട്ട് അപ്സ്റ്റെയറിലേക്കും അതേപോലെ തന്നെ താഴെ ഭാഗത്തെ ബാത്റൂമിലേക്കും കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈ 2 ബാർ പ്രഷർ നമ്മൾ മുകളിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് താഴെ ഭാഗത്തേക്ക് ഒഴുക്കി വിടുന്ന സമയത്ത് പ്രഷർ പമ്പിൽ സെറ്റ് ചെയ്ത 2 ബാർ പ്ലസ് നമ്മൾ എത്ര ഹൈറ്റിലാണോ ആ പമ്പ് വെച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു ഡിസ്റ്റൻസ് എത്ര, അതിനനുസൃതമായിട്ടുള്ള ഒരു പ്രഷറും കൂടെ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അതായത് ഗ്രാവിറ്റി പ്രഷറും കൂടെ നമ്മുടെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് അവിടെ ഇൻക്രീസ് ആവും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ താഴെ ഭാഗത്തേക്ക് ബാത്റൂം ഈ ഷവർ ഏരിയ അല്ലാത്ത മറ്റു ഹെൽത്ത് ഫോസറ്റോ അല്ലെങ്കിൽ ബേസിനോ അനുബന്ധ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയിട്ട് ബൂസ്റ്റർ പമ്പ് കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന 2 ബാറും പ്ലസ് ഒരു 10 മീറ്ററിലാണ് ഇത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം 1 ബാർ നമ്മൾ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻക്രീസ് ആവാണ്. അപ്പൊ ഈ ഹെൽത്ത് ഫോസറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വളരെ രീതിയിൽ അലോസരപ്പെടുത്തും. ഓക്കെ, അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷവർ ഏരിയയിലേക്ക് ഒഴിച്ചിട്ട് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഗ്രാവിറ്റി ലൈനുകളും മറ്റ് ഈ ഷവർ ഏരിയയിലും അതേപോലെ തന്നെ മുകളിലെ അപ്സ്റ്റെയർ ആകുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിലെ ബാത്റൂമുകളിലേക്കും മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാവിറ്റി പ്രഷർ പമ്പിന്റെ ഔട്ട് കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്.
അപ്പൊ ഇനി ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ട മറ്റുള്ള രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് നിയറസ്റ്റ് ആയിട്ട് ഒരു സൈറ്റിൽ ചെയ്യാൻ പോകുന്നുണ്ട്, വേറൊരു പുതിയൊരു മെത്തേഡായിട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം ആ ചെയ്യുന്ന രീതിയും അതേപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഡീപ്പായിട്ട് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് മനസ്സിലാക്കുന്നു. ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്, അപ്പം ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ടെക്നിക്കൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ സംബന്ധമായിട്ടുള്ള ഒരുപാട് വീഡിയോകളുമായി അടുത്ത പ്രാവശ്യം കാണാം. ഇന്നത്തേക്ക് ഇവിടെ പറയുന്നു ടാറ്റ, ബൈ ബൈ.